നിപ്പ റാണി എന്ന് നേരത്തെ ഒരാൾ വിളിച്ചതുകൊണ്ട് അങ്ങ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ നിപ്പ രാജാവെന്നോ എരണംകെട്ട മന്ത്രിയെന്നോ ഞങ്ങൾ വിളിക്കില്ല സാർ. കാരണം ഇത് രാഷ്ട്രീയമല്ല. ഈ രോഗം വരുന്നതിന്റെ കാരണമുണ്ട് സാർ. പണ്ട് എന്റെ സുഹൃത്തുക്കളെ, ഇന്ന് നിയമസഭയിൽ നടന്നത് എങ്ങനെയാണ് ജനപ്രതിനിധികൾ സംസാരിക്കേണ്ടതെന്നും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയേണ്ടതെന്നും എന്തുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കാൻ പാടില്ല എന്നും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന കെ മുരളീധരൻ അടക്കമുള്ള ആളുകളെ, വി ഡി സതീശ മേനോനും ഒപ്പം തന്നെ കെ മുരളീധരൻ അടക്കമുള്ള ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് നിയമസഭ പെരുമാറിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം കഴിയുമ്പോഴേക്കും ജനങ്ങൾ പറഞ്ഞു തുടങ്ങി ഈ ഭരണം പെട്ടെന്നൊന്ന് തീരുമാനമാക്കണേ എന്ന്. കാരണം അത്രയ്ക്ക് സഹിക്കവയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രി ഒന്ന് പറയുന്നു, ഉദ്യോഗസ്ഥന്മാർ മറ്റൊന്ന് പറയുന്നു. ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് കസേരകളി നടത്തുന്നു. അവിടെ അത് നിയന്ത്രിക്കാനൊന്നും ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിക്കോ സാധിക്കുന്നില്ല പോലും. എന്തിനാണ് ഇവരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ പോലും കഴിയുന്നില്ലെങ്കിൽ ഈ മന്ത്രിമാരൊക്കെ പിന്നെ എന്തിനാണ്? പൂക്കി വർത്തമാനങ്ങൾ മാത്രം പോരാ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. ആളുകളോട് കാര്യങ്ങൾ കാര്യമായിട്ട് പറയുവാനും അത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനും കഴിവുള്ളവനായിരിക്കണം ഒരു മന്ത്രി എന്നാണ്. എന്തായാലും കെ രാജൻ കൊടുക്കുന്ന മറുപടിക്ക് ശേഷം പിണറായി വിജയൻ കൂടി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മേഖലയെ, കേരളത്തെ പുറകോട്ടടിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ടും വരച്ച് കാണിച്ചു തരുന്നുണ്ട് ഇവർ. കൃത്യമായിട്ട് കേൾക്കണം, എങ്കിലേ മനസ്സാവുള്ളൂ. ഈ രീതിയിലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ കാണാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഒന്നെങ്കിൽ സതീശനെ തഴുകണം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തഴുകിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വന്ന കാലത്ത് ഒരു കേന്ദ്രമന്ത്രി കിണ്ണത്തിൽ കൊട്ടിയാൽ കോവിഡ് പോകും എന്ന് പറഞ്ഞതുപോലെ മേശപ്പുറത്ത് കൊട്ടിയാൽ പോകാവുന്ന രോഗങ്ങളല്ല കേരളത്തിന്റെ മുമ്പിലുള്ളത് എന്നുള്ളത് കൊണ്ട് ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം സാർ. മിനിറ്റിന്റെ കണക്ക് വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ ജില്ലകളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യാത്ത വളരെ സിമ്പിളായി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കേരളം ഒരുമിച്ച് ഒരു മനസ്സായി നിൽക്കേണ്ട സംഭവത്തെ അത്തരത്തിൽ നിന്ന് ലളിതമായി കാണുന്ന ഈ ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യാം. നോക്കൂ സുഹൃത്തുക്കളെ, ശരിയല്ലേ? എത്ര ലളിതമായിട്ടാണ് ഇവർ ഈ വിഷയത്തെ കണ്ടെന്നാലോചിച്ച് നോക്കി. പരിഹാസം പറയുകയാണ്. ഇപ്പൊ പരിഹസിക്കാനുള്ള സമയമാണ്. ഈ മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ പരിഹസിച്ചതിന്റെ എല്ലാ ഏനക്കേടും അനുഭവിച്ചൊരു മനുഷ്യനല്ലേ. എന്നിട്ട് ഇപ്പോഴും പരിഹസിക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു വൻ പരാജയമായി കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന. ആ പരിഹാസം നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോഴും പരിഹാസം. ഈ പറയുന്ന അത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ ഇതാണോ ഒരു ആരോഗ്യമന്ത്രി വന്നിരുന്നിട്ട് നിയമസഭയിൽ സംസാരിക്കേണ്ടത്? ഇയാൾക്ക് പരിഹസിച്ച് തീർന്നില്ലേ? പരിഹാസം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, വൻ പരാജയത്തിലേക്കാണ് ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരു കണക്ക് അവതരിപ്പിച്ചിരുന്നു. 82ഓളം പേരാണ് ഈ കഴിഞ്ഞ 20 ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞത്. മരണപ്പെട്ടു പോയത് 82ഓളം പേരാണ്. പനി ബാധിച്ചാണ് മരണപ്പെട്ടത്. എന്നിട്ടാണ് ഈ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും തമാശയ്ക്ക് വേണ്ടെല്ലാം ഇന്ന് ഇദ്ദേഹത്തെ കൂടാതെ തന്നെ വേറെ ആൾ കൂടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാ. കേക്ക് എവിടെ? വേഗം വരൂ. ഇവിടെ ആ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങള് കൃത്യമായി ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു മാസത്തിന്റെ കണക്ക് പറഞ്ഞല്ലോ, ഒരു മാസം പറഞ്ഞല്ലോ. ആ മാസത്തിൽ യോഗം നടന്നിട്ടില്ലേ നോക്ക്. ആ മാസത്തിൽ യോഗം നടന്നിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം പിന്നീടുള്ള മാസങ്ങള്, മാർച്ച്, ഏപ്രിൽ, എന്താ അവസ്ഥ? ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ ഗവൺമെന്റിന്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷമുള്ള തീയതി ഞാൻ പറഞ്ഞില്ല. മെയ് 18 അതിനുശേഷമുള്ളതാണ്. അതിനുശേഷം കാലവർഷത്തിന് മുൻപ് ചെയ്യേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി നേതൃത്വം കൊടുക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞോ? ഇല്ല. കൃത്യമാണ്.
മുരളീധരന് കാലവർഷം വരാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് എന്നൊന്നും ഒരു ബോധവുമില്ല. ഇവർ ആ സമയത്ത് പ്രതികാര നടപടിയായിരുന്നു. പണ്ട് നമ്മൾ ഉപദ്രവിച്ചവരൊന്നും ഞാൻ വിടൂല, ആരെയും വിടാൻ പോകുന്നില്ല, ആരെയും വിടത്തില്ല എന്നുള്ള വർത്തമാനങ്ങളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതെന്തോ ഈ എന്താ പറയാ, പണ്ട് ഈ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചിട്ട് നാളെ ഞാൻ കാണിച്ചു തരാടാ എന്നൊക്കെ പറയുന്നതുമായിട്ടുള്ള വർത്തമാനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നേ. നോക്കൂ, ഇവിടെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്ത് തന്നെ കസേരക്കളിയല്ലേ നടന്നത്, കസേര തറക്കല്ലേ നടന്നത്. ഇത്തരമൊരവസ്ഥ ഏതെങ്കിലും കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സർ, പരസ്പര വിശ്വാസത്തിലെടുക്കണം. അതാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് മന്ത്രിമാർ മാത്രമുള്ള ഭരണമല്ല, ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കുണ്ട്. യെസ്, ഉന്നത ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണം എന്ന് കൃത്യമായിട്ടും പിണറായി വിജയൻ പറഞ്ഞു കൊടുക്കുന്നു. കാരണം അതല്ലാതെ ഒന്നും കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പരസ്പരം ഉദ്യോഗസ്ഥന്മാരെ കൂടി വിശ്വാസത്തിലെടുത്താൽ മാത്രമാണ് ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഈ കേരളത്തിലെ ആളുകൾ മുഴുവൻ പനി പിടിച്ചോ അല്ലെങ്കിൽ നിപ്പ പിടിച്ചോ ഇനി എന്തൊക്കെ അസുഖങ്ങൾ വരാണ്ടോ അതൊക്കെ പിടിച്ചോ ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുമെന്നുള്ളതാണ്. എന്തായാലും ഒന്നുകൂടി ഇതിനൊപ്പണ്ടേ, മരണമില്ല, ഒരാൾ അത്യാസന്ന നിലയിലാണ്. സാർ, ഇവിടെ LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു സാർ: എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ. എന്തായാലും പിന്നീട് ഈ ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം നിപ്പ വന്നു, പറയാത്ത നമ്മളിതുവരെ കേൾക്കാത്ത ഒരുപാട് അസുഖങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആൾ പോലും നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളെ അപമാനിക്കാനോ പരിഹസിക്കാനോ അല്ല നിൽക്കുന്നത്. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം, കൃത്യമായിട്ട് ഈ അസുഖങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റുകയും ജനങ്ങളെ രക്ഷിക്കുകയും വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരിപ്പോഴും വീണ ജോർജിനെയും മറ്റും പരിഹസിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു മാന്യതയുള്ളൊരു പരിപാടിയാണ്, വളരെ മാന്യതയുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ വളരെ മാന്യതയുള്ള പരിപാടിയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിലാണ് കെ രാജൻ അടക്കമുള്ള ആളുകളെ സംസാരം കേൾക്കേണ്ടത്. രാജാവ് എന്ന് ഞങ്ങൾ വിളിക്കില്ല, നിപ്പ റാണി എന്ന് നേരത്തെ ഒരാൾ വിളിച്ചതുകൊണ്ട് അങ്ങ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ നിപ്പ രാജാവെന്നോ എരണം കെട്ട മന്ത്രി എന്നോ ഞങ്ങൾ വിളിക്കില്ല സാർ. കാരണം ഇത് രാഷ്ട്രീയമല്ല. ഈ രോഗം വരുന്നത് രാഷ്ട്രീയമല്ല, അസുഖം വരുന്നൊന്നും രാഷ്ട്രീയമല്ല. മാന്യമായിട്ട് ഈ സമയത്ത് പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയം. അതില്ലാത്ത VD സതീശൻ മേനോൻ ഗവൺമെന്റിന് എന്താണ് രാഷ്ട്രീയമെന്നും എങ്ങനെയാണ് മാന്യമര്യാദയ്ക്ക് പെരുമാറേണ്ടതെന്നും കൃത്യമായും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന് LDFകാർ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ VD സതീശന് മാന്യമര്യാദയ്ക്ക് ഭരിക്കാൻ കഴിയുമെന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. ഒന്നാമത് അതിൻ്റെ ഇടയിൽ തന്നെ ചവിട്ടിക്കുത്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞിട്ടില്ലല്ലേ? ഞാൻ ചെറിയൊരു സൂചന തരാം കേട്ടോ. ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ചില ചവിട്ടിക്കുത്തുകളുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രം കേട്ടോക്ക്. അങ്ങനെ ഒരു ആശയക്കുഴപ്പമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യും. പാർട്ടിക്കകത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് കാര്യം, ഒരു പുതിയ ഗവൺമെൻറ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. അല്ല, ഞാൻ അത്തരം വിമർശനങ്ങളിലൊന്നും പങ്കുചേരാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അത്രയേ ഉള്ളൂ, ഒരു ഗവൺമെന്റ് വന്നേ ഉള്ളൂ, ഒരു മാസം കണ്ടില്ലേ? അപ്പൊ എന്തായാലും മൂപ്പർക്ക് പണ്ടത്തെ ഒരു ചെറിയ പക അവിടെയൊക്കെ കിടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ബൈ.